നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള ആളുകൾ ജനിച്ചപ്പോൾ അങ്ങനെയായിരുന്നില്ല. അവർക്കും പേടിയുണ്ടായിരുന്നു. അവർക്കും സ്റ്റേജിൽ കയറാൻ ഭയമായിരുന്നു. ആളുകൾ എന്തു വിചാരിക്കും എന്ന ചിന്ത അവരെയും വേട്ടയാടിയിരുന്നു. പക്ഷേ ഒരു രഹസ്യം അവർ മനസ്സിലാക്കി. ആത്മവിശ്വാസം ആദ്യം വരുന്ന ഒന്നല്ല, പ്രവർത്തനത്തിന് ശേഷമാണ് അത് വരുന്നത്. നിങ്ങൾ ഇന്നും കോൺഫിഡൻസ് വന്നാൽ ഞാൻ തുടങ്ങാം എന്ന് കാത്തിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. ആക്ട് 1, ദ പ്രോബ്ലം. ഒരു ചെറിയ ചോദ്യം. ഒരു മീറ്റിംഗിൽ സംസാരിക്കേണ്ടി വന്നാൽ, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടി വന്നാൽ, ഒരു പുതിയ ബിസിനസ് തുടങ്ങേണ്ടി വന്നാൽ ആദ്യമായി മനസ്സിൽ വരുന്നത് എന്താണ്? ഞാൻ ഫെയിലായാൽ ആളുകൾ ചിരിക്കുമോ? എനിക്ക് പറ്റില്ല. ഇതാണ് ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് കോൺഫിഡൻസ് ടു ആക്ഷൻ ടു സക്സസ്. പക്ഷേ യഥാർത്ഥ ഫോർമുല അതല്ല. ആക്ട് 2, ദ സീക്രട്ട്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നതോർക്കൂ. ആ കുഞ്ഞ് ആദ്യം ആത്മവിശ്വാസത്തോടെ നടക്കുമോ? ഇല്ല. അവൻ വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും, വീണ്ടും ശ്രമിക്കും, 100 തവണ. പക്ഷേ ആരും അവനോട് പറയില്ല, നിനക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. കാരണം കോൺഫിഡൻസ് ഉണ്ടാകുന്നത് പ്രാക്ടീസിൽ നിന്നാണ്. നമ്മൾ വളരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഒരു തവണ ഫെയിലായാൽ നമ്മൾ ശ്രമിക്കുന്നത് തന്നെ നിർത്തും. അതോടെ ആത്മവിശ്വാസവും നഷ്ടമാകും. അതാണ് ജീവിതത്തിന്റെ ട്രാപ്പ്. ഇമാജിൻ, നാളെ രാവിലെ മുതൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ചെറിയ ഭയത്തെ നേരിടാൻ തീരുമാനിച്ചു. ഒരു അപരിചിതനോട് സംസാരിക്കുക, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക, ഒരു ചോദ്യം ചോദിക്കുക. 30 ദിവസം മാത്രം. നിങ്ങൾ പഴയ ആളായിരിക്കുമോ? തീർച്ചയായുമല്ല. ദ കോൺഫിഡൻസ് ലൂപ്പ്. സൈക്കോളജി പറയുന്നത് ഓരോരോ ചെറിയ വിജയവും നിങ്ങളുടെ തലച്ചോറിനോട് ഒരു സന്ദേശം പറയുന്നു. കണ്ടോ, നിനക്കിത് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ വിജയവും അടുത്ത ശ്രമം എളുപ്പമാക്കും. അതിനെ പറയുന്നത് കോൺഫിഡൻസ് ലൂപ്പ്. ആക്ഷൻ, ചെറിയ വിജയം, കൂടുതൽ കോൺഫിഡൻസ്, വീണ്ടും ആക്ഷൻ. ഇങ്ങനെ ജീവിതം മാറിത്തുടങ്ങും. ഒരു പേപ്പറിൽ എഴുതൂ, എനിക്ക് പേടിയുള്ള 3 കാര്യങ്ങൾ. ഇപ്പോൾ അവയിൽ ഏറ്റവും ചെറിയ ഒന്ന് തിരഞ്ഞെടുക്കൂ. അത് ഇന്ന് തന്നെ ചെയ്യൂ. അതെ, ഇന്ന് തന്നെ. ആക്ട് 3, ഹൗ ടു ബിൽഡ് റിയൽ കോൺഫിഡൻസ്. ആത്മവിശ്വാസം വളർത്താൻ 3 കാര്യങ്ങൾ മാത്രം മതി. സ്റ്റെപ്പ് 1, പ്രോമിസസ് ചെറുതാക്കൂ. ഞാൻ ദിവസവും 2 മണിക്കൂർ പഠിക്കും. അല്ല, പകരം ഞാൻ 5 മിനിറ്റ് പഠിക്കും. ചെറിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ എളുപ്പമാണ്. ഓരോ തവണയും നിങ്ങൾ വാക്ക് പാലിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. സ്റ്റെപ്പ് 2, ഫെയിലറിനെ പുതിയ രീതിയിൽ കാണൂ. ഫെയിലാകുന്നത് നിങ്ങൾ മോശമാണെന്ന തെളിവല്ല, നിങ്ങൾ ശ്രമിച്ചു എന്ന തെളിവാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ വീഴുന്നതുപോലെ നിങ്ങളും വളരുകയാണ്. സ്റ്റെപ്പ് 3, കമ്പാരിസൺ നിർത്തൂ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നത് ആളുകളുടെ ഹൈലൈറ്റ് റീലാണ്, അവരുടെ യഥാർത്ഥ ജീവിതമല്ല. നിങ്ങൾ നിങ്ങളുടെ ഡേ 1 മറ്റൊരാളുടെ ഇയർ 10നോട് താരതമ്യം ചെയ്യുകയാണ്. അത് ഒരിക്കലും ന്യായമല്ല. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. 5 വർഷത്തിനു ശേഷം ആത്മവിശ്വാസമുള്ള നിങ്ങളെ ഇമാജിൻ ചെയ്യൂ. അയാൾ ഇന്ന് എന്ത് തീരുമാനമെടുക്കും? അതുതന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഓർക്കൂ, കോൺഫിഡൻസ് എന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ടു പോകാനുള്ള തീരുമാനമാണ്. ഓരോ വിജയിച്ച മനുഷ്യനും ഒരിക്കൽ ഭയപ്പെട്ട ആളായിരുന്നു. വ്യത്യാസം ഒന്നു മാത്രം: അവർ ഭയം കാരണം നിർത്തിയില്ല. അടുത്ത തവണ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് മനസ്സ് പറയുമ്പോൾ ഒരു മറുപടി മാത്രം കൊടുക്കൂ. കോൺഫിഡൻസ് വന്നിട്ട് ഞാൻ തുടങ്ങില്ല, ഞാൻ തുടങ്ങിയാൽ കോൺഫിഡൻസ് വരും. അതാണ് വിജയിക്കുന്ന ആളുകളുടെ യഥാർത്ഥ രഹസ്യം. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ ആക്ഷൻ നാളത്തെ ആത്മവിശ്വാസമുള്ള നിങ്ങളെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങൂ. കാരണം പെർഫെക്റ്റ് സമയം ഒരിക്കലും വരില്ല. പക്ഷേ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങും. കോൾ ടു ആക്ഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത് ആത്മവിശ്വാസം കുറവാണെന്ന് തോന്നുന്ന ഒരു സുഹൃത്തിനും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓർക്കൂ,
ആക്ഷൻ ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. കാണാം അടുത്ത വീഡിയോയിൽ.